നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം മകൻ, 28 വയസ്സുള്ള മകൻ പ്രജിൻ എന്നാണ് പേര്, സ്വന്തം അച്ഛനെ 24 വെട്ടോളം വെട്ടിയിട്ടാണ് കൊലപ്പെടുത്തിയത്. നമ്മൾ ഇത് സ്വാഭാവികമായിട്ടുള്ള ഈ എന്തെങ്കിലും മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള മകൻ ചെയ്തൊരു കൊലപാതകം എന്നൊക്കെയാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. എന്നാൽ പിന്നീട് ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസ് ഈ പറയുന്ന പ്രതിയുടെ റൂമും വീടും എല്ലാം തന്നെ നടത്തിയിട്ടുള്ള വിശദമായ പരിശോധനയിൽ ഇപ്പോൾ പല രീതിയിലുള്ള ദുരൂഹതകളിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇതിന് പിന്നിൽ ഇപ്പോൾ ഒരു സാത്താൻ സേവ, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക് തുടങ്ങിയിട്ടുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഏതായാലും ഏറെ ഇപ്പൊ ഇന്നത്തെ കാലത്താണ് നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഈ പറയുന്ന അഭിചാര ക്രിയകളും മന്ത്രവാദവും അത്ര സുപരിചിതമല്ലാത്ത വാക്കുകളല്ല. കാരണം അതിന്റെ പേരിൽ പല കൊലപാതകങ്ങളും ഇവിടെ നടക്കുന്ന വാർത്ത നമ്മൾ ദിവസവും കാണുന്നതാണ്. പക്ഷേ ഈ ഒരു കൊലപാതകം, ഈ സ്വന്തം അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കാര്യത്തിലേക്ക് കൂടുതൽ പോലീസ് അന്വേഷിച്ച് ചെന്നെത്തുമ്പോൾ കൂടുതൽ നിഗൂഢമായിട്ടുള്ള പല രഹസ്യങ്ങളുമാണ് ഇതിലൂടെ ഇപ്പോൾ വെളിപ്പെടുന്നത്. ശ്രീജ, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു കേസിന്റെ പുതിയ അപ്ഡേഷൻസ്? അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രജിൻ ജോസ് എന്ന് പറയുന്ന 28 വയസ്സുകാരൻ മൊത്തത്തിലൊരു നിഗൂഢ ജീവിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു, പ്രജിന് ഒരു ഭ്രാന്തനെ പോലെ എന്ന് പറഞ്ഞു. അതായത് അച്ഛനും അമ്മയാണ് തന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്ന് പോലും ഒരു തരത്തിലുള്ള പരിഗണന കൊടുക്കാതെ 7 വർഷത്തോളം സത്യത്തിൽ അച്ഛനെയും അമ്മയും ഒരു അടിമയെ പോലെ പ്രജിൻ എന്ന ആ 28 വയസ്സുകാരൻ പേടിപ്പിച്ച് ജീവിപ്പിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ അച്ഛനും അമ്മയ്ക്കൊന്നും അറ്റാക്ക് വന്ന് മരിക്കാത്തത് അവരുടെ എന്തോ ഭാഗ്യം കൊണ്ടാണ്. ഭാഗ്യം എന്ന് പറയാൻ ഒരിക്കലും ഈ ഒരു അവസരത്തിൽ പറ്റില്ല. എന്തോ അവർ അങ്ങനെ അങ്ങ് മരിച്ചില്ല. ആ അച്ഛന് വിധി ഒരുപക്ഷെ സ്വന്തം മകന്റെ കൈ കൊണ്ട് മരണപ്പെടാൻ എന്നായിരിക്കാം. പക്ഷെ ഈ 7 വർഷവും രണ്ടാമത്തെ നിലയിൽ ആ വലിയ കൊട്ടാരം പോലത്തെ വീടാണ്, മലയാളി വാർത്ത അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ കൊട്ടാരം പോലത്തെ വീടിന്റെ ഈ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിൽ അവർക്ക് ആ രണ്ടാമത്തെ നിലയിൽ ഒന്ന് കയറുവാനോ ആ രണ്ടാമത്തെ നിലയിൽ എന്താണോ സംഭവിക്കുന്നതെന്ന് ഒന്ന് നോക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. രണ്ടാമത്തെ നിലയിലെ പടി ഒന്ന് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ മകൻ. കൊന്നുകളയും, നിങ്ങൾ എന്തിനാ കയറിയത് എന്നോർത്ത് ഒന്ന് പറഞ്ഞ് കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മയെ അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ജോസ് എന്ന 70 വയസ്സുകാരന്റെ ഈ പ്രജിൻ ജോസിന്റെ അച്ഛന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 28, നേരത്തെ പറഞ്ഞ ചെറിയ തിരുത്തുണ്ട്, 28 വെട്ടാണ് വെട്ടിയിരിക്കുന്നത്. ഈ 28 വെട്ടിൽ 3 വെട്ടാണ് അതിമാരകമായിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് മരണ കാരണം ഈ 3 വെട്ടാണെന്ന് പറയുന്നു. മാത്രമല്ല ഈ അന്ന് ആ മരണ ദിവസം നടന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള മുറിവുകൾ മാത്രമല്ല, മാസങ്ങളോളം പഴക്കമുള്ള ചതവ്, അതായത് അടി കിട്ടിയതിന്റെ ചതവിന്റെ പാടുകൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഡോക്ടർമാർക്ക് വ്യക്തമായി എന്നാണ് മനസ്സിലാകുന്നത്. അതായത് അതിൽ നിന്നും വരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് മാസങ്ങളോളം ഈ അച്ഛനെ മകൻ തല്ലിയിരുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മയടക്കം പറഞ്ഞിരുന്നു, തല്ലിയിരുന്നു, അടിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു. പറഞ്ഞിട്ടില്ല, ബന്ധുക്കളോട് പോലും പറഞ്ഞില്ല. കാരണം ഈ 1 മാസത്തോളം ഇങ്ങനെ ഈ അച്ഛന്റെ ശരീരത്തിൽ ഈ ഒരു പാടുണ്ടെങ്കിൽ പോലും ഈ 1 മാസവും അച്ഛൻ സാധാരണ ഇടപഴകുന്നവർക്ക് എല്ലായിടത്തും, നാട്ടുകാരത്തൊക്കെ തന്നെ എങ്ങനെയാണോ ഇടപഴകിയിരുന്നത് അതേ രീതിയിൽ ഇടപഴകുന്നു. എങ്ങനെയാണോ അദ്ദേഹം മറ്റുള്ളിടത്തൊക്കെ തന്നെ സംസാരിക്കുന്നത് അതേ രീതിയിൽ സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ആ വീട്ടിലെ അരികിലെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ സത്യത്തിൽ പ്രജിനെ കുറിച്ച് കുറ്റം പറയാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പ്രജിൻ അങ്ങനെയൊന്നും മയക്കുമരുന്നിന് അടിമയാണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടോ നമ്മുടെ ചോദ്യത്തിന് അവർക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് നാളുകളായി അധികം ആരോടും സംസാരിക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അല്ലാതെ വേറൊരു കുറ്റവും നമ്മൾ കേട്ടിരുന്നില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ അല്ലയോ എന്നറിയില്ല, ആരും പറഞ്ഞിരുന്നില്ല. എന്തായാലും ഈ ഒരു അച്ഛനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള പ്രവൃത്തിയിൽ നിന്നും നാട്ടുകാർക്കോ മറ്റൊരു ബന്ധുക്കൾക്കോ മനസ്സിലായിട്ടില്ലായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ ഏറ്റവും നിഗൂഢത ഉള്ളതാണ് ആ മുറി. ആ മുറി തുറന്നപ്പോഴാണ് ഈ പറയുന്ന പോലെ ആഭിചാര ക്രിയകൾ എല്ലാം നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ. എന്റെ ഇതിൽ സംശയിച്ചു, ആ ഒരു സമയത്ത് ഇപ്പോൾ അച്ഛനെ കൊലപ്പെടുത്തുന്ന സമയത്ത് അവിടെ അമ്മയുണ്ടായിരുന്നു. പക്ഷെ അമ്മേനെ ഉപദ്രവിച്ചിട്ടില്ല. അമ്മ ഓടിയെത്തി എന്ന് പറയുന്നു, പക്ഷെ അമ്മേനെ അവൻ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ ഈ അച്ഛൻ ഇതിനെ കുറിച്ച് ഇവന്റെ ഈ റൂമിനുള്ളിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പല എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു അച്ഛൻ അറിവുണ്ടായിരിക്കണം. കാരണം എപ്പോഴും ഒരു മൊബൈൽ ഫോൺ റിങ് ചെയ്യുമ്പോൾ, അതായത് ഈ പ്രജന്റെ മൊബൈൽ ഫോൺ എപ്പോഴും റിങ് ചെയ്യുമ്പോൾ പ്രജൻ പുറത്തു പോകാറുണ്ട്. പുറത്തുപോയി വളരെ വൈകി അകത്ത് വരാറുണ്ട്. അതായത് വീട്ടിലേക്ക് തിരിച്ചു വരാറുണ്ട്. എന്തിനു പോയി എന്ന ചോദ്യത്തിന് ഉത്തരം ഭീഷണിയും തല്ലുമൊക്കെയാണ്. തല്ലി ചതക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അച്ഛൻ ഏതായാലും ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് ഈ മകൻ ചെയ്യുന്നത്, മുകളിൽ എന്താണ് ചെയ്തത്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്നൊക്കെ പറയുന്നത് അത്രയും ഭയാനകം പറ്റുന്ന വാർത്തകളാണ്. അതുകൊണ്ട് എന്താണ് തന്റെ വീട്ടിൽ നടക്കുക എന്നത്
പറയുന്നത് അച്ഛൻ അറിയാനുള്ള ഒരു ആവേശം അല്ലെങ്കിൽ എന്താണ് അറിയേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അച്ഛൻ നോക്കിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറിയതായി മുറിയിൽ എന്തെങ്കിലും മാറിക്കിടക്കുന്നതായി തോന്നിയിട്ടുണ്ടാകണം. അങ്ങനെ അതിന്റെ ഒരു ദേഷ്യത്തിലായിരിക്കാം അപ്പോൾ ചെയ്തത്. പക്ഷേ ഈ കൊലപാതകം നടത്തുമെന്ന് നേരത്തെ തന്നെ ഈ പ്രജിൻ നിശ്ചയിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി കുടുംബത്തിലൊരു വിവാഹം നടന്നിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ കുടുംബത്തിലെ ഒരു കാര്യത്തിനും പങ്കെടുക്കാത്ത ഒരാളാണ് ഈ പ്രജിൻ. കഴിഞ്ഞ കുറെ നാളുകളായി പ്രജിൻ കറുത്ത വസ്ത്രം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ പ്രജിൻ ആണ് കാർ ഓടിച്ചിരുന്നത്. കാറിലാണ് ഈ അച്ഛനും അമ്മയും പ്രജന്റെ സഹോദരിയും പിന്നെ ബന്ധുവായ ഒരു യുവതിയുമായിട്ടാണ് ഇവർ ഈ വിവാഹ വേദിയിൽ പോകുന്നത്. വിവാഹത്തിന് പോയ സമയത്ത് പ്രജന്റെ ഈ കറുത്ത വസ്ത്രവുമായി ബന്ധപ്പെട്ട് കളിയാക്കലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ദേഷ്യത്തിലും വൈരാഗ്യത്തിലും അപ്പോൾ അവരോട് പ്രതികരിക്കാതെ അതിന്റെ ദേഷ്യത്തിലും വൈരാഗ്യത്തിലും പ്രജിൻ കാർ ഓടിച്ചത് മരണപ്പാച്ചിലായിരുന്നു. അതായത് അവരോടുള്ള ദേഷ്യം മൊത്തം തീർത്തത് ഈ വീട്ടുകാരോട്. കാരണം പേടിപ്പിക്കുകയാണ്, ഇങ്ങനെ ഈ വണ്ടി ഓടിച്ച് ഇങ്ങനെ പേടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ പ്രജന്റെ സഹോദരി ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്ന ചോദ്യത്തിലാണ് പറഞ്ഞത്, നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിന്നെയും അച്ഛന്റെയും അമ്മയുടെയും കൂടെ സ്വർഗത്തിലയക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അച്ഛനെയും അമ്മയും കൊല്ലാനുള്ള പദ്ധതികൾ പ്രജൻ നേരത്തെ തയ്യാറാക്കിയത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം മുറിയിൽ കയറിയപ്പോൾ പലതരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ കണ്ടതാണ്, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഈ ഘട്ടത്തിൽ തന്നെ പ്രജന്റെ ഒരു ഫയലിനകത്ത് ഒരുപാട് ഒരു 100-200ഓളം പേപ്പറിൽ കുത്തിക്കുറച്ച് പലതരത്തിലുള്ള ചിത്രങ്ങൾ വരച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തന്നെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒക്കെ കുറിപ്പുകളുണ്ട്. അതിനകത്ത് പ്രധാനമായും ഈ അച്ഛനെയും അമ്മയും കൊല്ലാനുള്ള പദ്ധതികൾ ഇട്ടതുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ സഹിതമുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ഈ ഒരു മരണം നടക്കുന്നതിന് മുൻപായി തന്നെ വീട്ടിൽ മോഷണം നടന്നിരുന്നു എന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം രാത്രി ഒരു ബന്ധുവുമായി സംസാരിക്കുന്ന ബൈറ്റ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ മോഷണം നടക്കുമ്പോൾ അതും ഈ പ്രജന്റെ ആസൂത്രണമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ആരൊക്കെയോ വിളിക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ്. അപ്പോൾ പ്രജന്റെ പുറത്ത് സുഹൃത്തുക്കളൊക്കെയാണ്, പക്ഷെ ആ ലൊക്കാലിറ്റിയിലില്ല. എന്നാൽ ലൊക്കാലിറ്റി വിട്ട് പ്രജന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്ന് വ്യക്തമാകുന്നു. അപ്പോൾ ഈ ഒരു മോഷണം ഇനി പ്രജൻ തന്നെ ആസൂത്രണം ചെയ്തതാണോ എന്നാണ് സംശയിക്കുന്നത്. കാരണം പ്രജന്റെ റൂമിനകത്ത് നിന്നും കിട്ടിയ ഒരു പേപ്പറിനകത്ത് എഴുതിയിരുന്നത് വാക്ക് ബിലോ ആൻഡ് എബോവ് ദ ലാഡർ ആൻഡ് വിത്ത് ബീജിയം എന്നാണ് പറയുന്നത്. കിങ് കോങ് ബീജിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് അന്ന് ഈ മോഷണം നടന്ന സമയത്ത് ഒരു ലാഡർ ഈ പ്രജന്റെ മുറിയുടെ താഴെയായി ലാഡർ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ പ്രജൻ എഴുതി വെച്ചതുപോലെ ലാഡർ വരുന്നു, ഇനി അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനെയാണോ ഇനി മോഷണം നടന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പ്രജൻ ഇങ്ങനെ ഈ അമ്മയും അച്ഛനെയും ഒക്കെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വാർത്ത വരുമ്പോൾ സത്യത്തിൽ നന്തൻകോട് നടന്ന ആ കൊലപാതകമല്ലേ, കേടലിന്റെ കൊലപാതകമല്ലേ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു പല കൂട്ടിച്ചേർന്നുള്ള അനാലിസിസ് ഒക്കെ വരുന്നുണ്ടല്ലേ. ഇതിപ്പോ ഈ ഒരു വാർത്ത വന്നപ്പോൾ എല്ലാവരും ആ ഒരു കൊലപാതകമായിട്ടാണ് അത് കണക്ട് ചെയ്തത്. ആ പേര് നമ്മൾ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള ഏകദേശം അത് 2017 ആ ഒരു വാർത്ത കേരളം കേട്ടത്. തിരുവനന്തപുരത്ത് നന്തൻകോട് ഒരു കുടുംബത്തിലെ 4 പേരെയാണ് അന്ന് ഈ പറയുന്ന കേഡൽ ജിൻസൺ രാജ എന്നാണ് പ്രതിയുടെ പേര് കൊലപ്പെടുത്തിയത്. അതും അന്നാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടത്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാക്കളെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ നെറ്റിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എന്നാൽ അത് ഈ പറയുന്ന പ്രതി പരീക്ഷിക്കുകയായിരുന്നു. അതും സ്വന്തം വീട്ടുകാരുടെ ശരീരത്തിൽ തന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്ന വീട് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിഫ് ഹൗസ്, മുഖ്യമന്ത്രിയൊക്കെ താമസിക്കുന്ന അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള, അതായത് അവരത്രയും ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വളരെ എന്താ പറയാ സമ്പന്നരായിട്ടുള്ള ഒരു കുടുംബമാണ്. മാത്രമല്ല ഇവരധികം ഒന്നും പൊതുസമൂഹമായിട്ട് അധികം ഒന്നും ഇടപെടുന്ന കൂട്ടലല്ല. ഈ പ്രത്യേകിച്ച് ഈ പ്രതിയായിട്ടുള്ള ഈ കേഡൻ ജിൻസൺ രാജ എന്ന് പറയുന്നത് വീട്ടുകാരെ ആണെങ്കിലും ഈ പ്രജന്റെ കേസിൽ അത് തന്നെയാണ്. ഇവൻ അധികം ഒന്ന് ആരൊക്കെയാണ് ഇവന്റെ ഗ്യാങ് അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് ഒരു സൗഹൃദം ഒന്നും സൂക്ഷിക്കാത്ത ഒരാളാണ്. പോയിട്ടുണ്ട്, സിനിമാ പഠനത്തിനൊക്കെ പോയിട്ട്. അതുപോലെ തന്നെയാണ് ഈ ജിൻസൺ രാജ എന്ന് പറയുന്നതും വിദേശത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞ് വന്ന് നാട്ടിൽ വന്നതാണ്. ഈ പറയുന്ന പോലെ വീടിന്റെ ഒരു നിലയിലായിരുന്നു ഈ ജിൻസൺ രാജയുടെ റൂം. അവിടെ നിന്ന് പുറത്തിറങ്ങും അല്ലെങ്കിൽ വേറെ വീട്ടുകാർക്കൊന്നും അതിനുള്ളിലോട്ട് പ്രവേശനം ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് അത് ആവശ്യമില്ല. കാരണം എല്ലാവരും ഈ പറയുന്ന ഈ ജിൻസൺ രാജ അച്ഛനൊക്കെ പ്രൊഫസറായിരുന്നു, അമ്മ ഡോക്ടറായിരുന്നു. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഇവര് സത്യം പറഞ്ഞ മകൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവര് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. ഈ അച്ഛനെയും അമ്മയും വെട്ടിക്കൊല്ലാനുള്ള കത്തി ഓൺലൈൻ വഴിയാണ് വാങ്ങിയത്. അതെ അതെ. അപ്പോ പിന്നീടാണ് ഒരു ദിവസം ആ വീടിന്റെ ഉള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ പോലീസിനെ അറിയിക്കുമ്പോൾ അവർ ഓടിയെത്തിയപ്പോഴാണ് 3 മൃതദേഹം ഈ പറയുന്ന പോലെ ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ അവിടെ കണ്ടെത്തുന്നത്. അതിന്റെ സമീപത്ത് നിന്ന് തന്നെ ഒരു മൃതദേഹത്തിന്റെ പോലത്തെ ഒരു ഡമ്മി അവിടെ ഉണ്ട്, അതും കത്തിക്കരിഞ്ഞ്. പിന്നെ അവരുടെ വീട്ടിലൊരു ബന്ധുവായിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ മൃതദേഹം ഈ പറയുന്ന പോലെ
അതിമാരകമായിട്ടുള്ള നിലയിലായിരുന്നു അത് കണ്ടെത്തിയത്. അപ്പൊ 4 കൊലപാതകങ്ങളാണ് അന്ന് ഈ പ്രതി നടത്തിയത്. അന്ന് ഈ പോലീസിനോട് അന്ന് വെളിപ്പെടുത്തിയത് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കുറെ വർഷങ്ങളായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് ഈ പറയുന്ന ഇവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാക്കൾ ഉയർന്നു പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കൊലപാതകം നടത്തിയിരുന്നതാണ് അന്ന്. കേടലിന് മാനസികമായ വിഭ്രാന്തി ഉണ്ട് എന്ന് ഡോക്ടർമാർ തന്നെ ഇപ്പോഴും അവിടെ ചികിത്സയിലാണ് തുടരുന്നത് പൂജപ്പുര ജയിലിൽ. പക്ഷെ ഇവിടെ തനിക്ക് മാനസികമായ വെല്ലുവിളി ഉണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ട് പ്രജിൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു സംഭവം നടക്കുന്നതിന് 2 ദിവസം മുന്നേ പ്രജിൻ ഈ മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കാനായിട്ട്, തനിക്ക് ഇത്തരത്തിൽ മാനസികമായി തകർന്നിരിക്കുകയാണ് താനെന്ന് കാണിക്കാനായിട്ട് ഈ അച്ഛനെയും അമ്മയും കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് തനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കൊലപാതകം കൂടെ നടന്നിട്ട്, ഇത് കൊലപാതകമല്ല, ഓർമ്മയുണ്ടോ നമ്മൾ, അത് കഴിഞ്ഞ വർഷമാണ് 2024 ഏപ്രിലാണ് നടന്നത്. ഇവിടെ തിരുവനന്തപുരം തന്നെ വട്ടിയൂർക്കാവ് 3 മലയാളികൾ അരുണാചൽ പ്രദേശിൽ പോയിട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതും ഈ പറയുന്ന പോലെ അവര് അത്രയും കാലം ഫോളോ ചെയ്ത് വന്നിരുന്ന കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചപ്പോഴും ഈ പറയുന്ന പോലെ മരിച്ചതിന് ശേഷം മറ്റൊരു ലോകത്ത് ജീവിക്കാം എന്നുള്ള ഒരു വിശ്വാസം അതായിരുന്നു അവരെ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത്. അതേ പറയുന്ന പോലെ 2 ദമ്പതികളും ഈ പറയുന്ന ഒരു സ്ത്രീയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരു യുവതിയാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ ഇവരുടെ ഫോണൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇതിനുശേഷം ഇവർക്ക് വേറൊരു ലോകത്ത് ഇവർക്ക് ജീവിക്കാമെന്ന് ഇവര് തന്നെ വിശ്വസിച്ച് ഇവര് തന്നെ സ്വയം മരിക്കുകയായിരുന്നു. ഈ പറയുന്ന യുവാവ് ഈ 2 യുവതികളെയും കൊലപ്പെടുത്തുകയായിരുന്നു. അതും അവരുടെ ശരീരത്തിലൊക്കെ ആകെ നിറയെ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് കൈഞ്ഞരമ്പൊക്കെ മുറിച്ച് മുടിയൊക്കെ മുറിച്ച് മാറ്റിയ നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതും അന്വേഷിച്ച് വന്നപ്പോ ഈ പറയുന്ന പോലെ ഈ ബ്ലാക്ക് മാജിക്, അതുപോലെ തന്നെ ഇതിന് നമ്മൾ വിശ്വസിക്കുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. അത് പക്ഷേ ഒരു ഘട്ടത്തിൽ കുടുംബം തന്നെ ഒരു അന്വേഷണം നിർത്തി ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് മനസ്സിലാവും. കാരണം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അങ്ങോട്ടേക്ക് കടത്തി വിടുന്ന പോലും ഇവര് ഈ പറയുന്ന പോലെ സമൂഹത്തിൽ വളരെ ഉന്നതരായിട്ടുള്ള ആളുകളാണ്, വളരെ നല്ല ജീവിതം ജീവിക്കുന്നവരാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളതൊന്നല്ല. ഇപ്പൊ ഈ 3 കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. മാത്രമല്ല ഈ കേസിലും ഈ പറയുന്ന ഈ 3 പേരും ഈ അരുണാചൽ പ്രദേശിൽ പോയി മരിച്ചിട്ടുള്ള ഈ 3 മലയാളികളും അധികം ആളുകളായിട്ടൊന്നും ഇടപഴകുന്ന കൂട്ടരല്ല. വളരെ ചുരുക്കം ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഇവര് 3 പേര് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ള ജീവിതമാണ് ഈ 3 കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ പല ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഒക്കെ തന്നെ അതിന്റെ താഴെ വരുന്ന കമന്റ് എന്തുകൊണ്ട് അച്ഛനും അമ്മയും ഇത്രയും നാളെ മിണ്ടിയില്ല, സംസാരിച്ചില്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് പേടി. അതായത് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, സ്വന്തം ജീവന പേടി ഉണ്ടാകും, പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഒരു പേടിയുണ്ട്. മറ്റൊന്ന് ഈ ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാലുള്ള നാണക്കേട്, ഇതൊക്കെ ഓർത്ത് പറയാതിരിക്കുമ്പോൾ പിന്നെ വരുന്നത് എന്താണ്, ഈ ചിലപ്പോൾ മകന്റെ ഭാവിയെ ഓർത്ത് പേടിച്ചിട്ടായിരിക്കും അവർ പറയാതിരിക്കുന്നത്. പക്ഷേ പിന്നീട് പ്രജിന്റെ അമ്മ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയ അപ്പോൾ ഇവിടെ മകന്റെ ഭാവിയെ ഓർത്താണ് പേടിച്ചാണ് പറയാതിരുന്നെങ്കിൽ ഇപ്പോൾ മകന്റെ ഭാവി എങ്ങോട്ട് പോയി എന്ന് കണ്ടതാണ്. കൂടെ നിൽക്കാനുള്ള അച്ഛനും ഇല്ല. ഇനി ഇതാ ഓരോ ദിവസവും പേടിച്ചാണ് അവർ ഇത്രയും നാളും ജീവിച്ചത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മലയാളി വാർത്ത ഇൻഡെപ്ത് ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ഒരു സ്റ്റഡി പോലെ ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിലെ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവമല്ല. അതായത് ഈ മകനെയും മക്കളെയും ഒക്കെ പേടിച്ച് സ്വന്തം വീട്ടിലെ ഒരു മുറിയിൽ കയറാനോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ ഒരു പോർഷനിലോട്ട് പോകാൻ പോലും കഴിയാത്ത അത്രയും ഭയക്കുന്ന ആൾക്കാര് നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് താഴെ വന്ന കമന്റ് എന്ന് പറയുന്നത് എന്റെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. എന്റെ വീട്ടിൽ ഒരു ചേച്ചി ഇട്ടിരിക്കുന്നു, എന്റെ വീട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ, ഞാൻ എന്റെ മകനെ ഭയന്നാണ് കഴിയുന്നത് അല്ലെങ്കിൽ മക്കളെ ഭയന്നാണ് കഴിയുന്നത് എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ കമന്റ് ഇടുന്നതിനെക്കാട്ടിൽ അവർ ആരോടെങ്കിലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കുക. പക്ഷെ സഹായം ചോദിച്ചാലും പിന്നീട് പലതും നമ്മൾ കണ്ടില്ലേ, സഹായം ചോദിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞതിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. നാളെ ഏത് കുടുംബത്തിലാണ് ഇത് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു കാര്യം കൂടെ, നമ്മള് സാധാരണ ഇങ്ങനെ വരുമ്പോ ലഹരിക്കടിമയായിട്ട് കൊലപാതകങ്ങൾ നടത്തുന്നവരുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ലഹരി വാങ്ങാനായിട്ട് അച്ഛനമ്മയും പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വെട്ടിക്കൊല്ലുന്ന മക്കളുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരിക്കടിമയായിട്ട് സ്വന്തം സഹോദരിയാണോ അമ്മയാണോ എന്ന് അറിയാതെ അവരെ പീഡിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. മറ്റ് ലഹരി ഇതുവരെയും ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നില്ല. പക്ഷെ ഈ പ്രജന്റെ റൂമിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം 200ഓളം സിഗരറ്റ് പാക്കറ്റുകൾ ലഭിച്ചു എന്ന് മാത്രമാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും മാത്രമല്ല പോലീസിന് നൽകിയ ആദ്യ മൊഴിയിൽ താൻ സ്വബോധത്തോടു കൂടിയാണ് ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ പ്രജൻ പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ പല കുടുംബത്തിലും ഇങ്ങനത്തെ
പേടിച്ച് കഴിയുന്ന അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ഉണ്ട്. സത്യത്തിൽ ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നാട് വിട്ട് എവിടെയെങ്കിലും പോയി ഭജന ഇരുന്നാലും സമാധാനം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പേടിച്ച് മക്കളെയും ഇനി വരാൻ പോകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പേടിച്ച് കഴിയുന്നതിനേക്കാൾ നല്ലത് ഒന്നെങ്കിൽ പോലീസിനോടോ മറ്റാരുടെയും കാര്യങ്ങൾ വിശദീകരിക്കുക, അല്ലെങ്കിൽ സത്യത്തിൽ ഇതിപ്പോ മക്കളുടെ ഭാവി ഓർത്താണ് നിങ്ങളിങ്ങനെ പറയാതെ വായി മൂടിക്കെട്ടിയിരിക്കുന്നെങ്കിൽ അവരുടെ ഭാവി പിന്നെ ഇനി ജയിലിൽ തന്നെ ആയിരിക്കും. അങ്ങനെ പല പല സംഭവ വികാസങ്ങൾ ഇനിയും എങ്കിലും ഇത്തരം സംഭവ വികാസങ്ങൾ, ഇത്തരം ദുരൂഹ മരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. നമസ്കാരം.